നിന്റെ ആഗ്രഹം നടത്തി തരാൻ വേണ്ടി മാത്രം ഞാനിത് ചെയ്തത്. പക്ഷേ ഓരോ നിമിഷവും അവൾ എന്നെ ഇറിറ്റേറ്റ് ചെയ്തു. എന്റെ സ്വസ്ഥത പോയി, സമാധാനം നഷ്ടപ്പെട്ടു. എത്രയോ തവണ അവളെ ഞാൻ ഒഴിവാക്കാൻ ശ്രമിച്ചു. അപ്പോഴൊക്കെ അമ്മ എന്നെ തോൽപ്പിച്ചു. പലതവണ അമ്മയ്ക്ക് വേണ്ടി അവളെ തിരികെ കൊണ്ടുവരേണ്ടി വന്നു. ഇപ്പോ അവളായിട്ട് തന്നെ യാത്ര പറഞ്ഞു പോയി. പലപ്പോഴും നമ്മുടെ സ്വകാര്യതയിലേക്ക് വരെ അവൾ നുഴഞ്ഞു കയറി. അതെനിക്ക് സഹിക്കാൻ വയ്യ. നിന്നെപ്പോലെ നിനക്ക് പകരം മറ്റൊരാൾ, അത് വേണ്ട. ആ കുടുംബത്തെ വേദനിപ്പിക്കേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഒരു വേലിക്കെട്ട് പോലെ എനിക്ക് ചുറ്റും ഞാൻ ഉണ്ടാക്കി വെച്ച നീ എന്ന കവചം ഭേദിച്ച് എന്റെ ഉള്ളിലേക്ക് ഇനി ആരും വരുന്നത് എനിക്കിഷ്ടമല്ല. ഇതോടെ ആദ്യമായി അവസാനിച്ചു. ഇനി ഒരിക്കലും ഇങ്ങനൊരു കാര്യം നീ എന്നോട് ആവശ്യപ്പെടരുത്. ഒരു ദുസ്വപ്നം പോലെ എന്റെ ജീവിതത്തിലേക്ക് വന്നവളായിരുന്നു ജ്യോതി. ഇപ്പോ ആ ദുസ്വപ്നം മാഞ്ഞുപോയി. എന്റെ മനസ്സിപ്പോ ശാന്തമാണ്. ഈ ശാന്തതയിൽ തന്നെ എനിക്ക് ജീവിക്കണം. നിന്റെ ഓർമ്മകളിൽ തന്നെ അവസാനിക്കാൻ വേണം. അതുമാത്രമേ ഈ ജന്മത്തിന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ജോലിക്കാരെ വിളിച്ച് ആ മുറിയാകെ കഴുകി വൃത്തിയാക്കണം. അവളുടെ സാരിയും മറ്റു ഡ്രസ്സുകളും എല്ലാം ഒരു ഭാണ്ഡക്കെട്ടിലാക്കി വല്ല അനാഥാലയത്തിലും കൊടുക്കണം. അവൾ ഈ വീട്ടിൽ ഇത്രയും നാളും ജീവിച്ചതിന്റെ ഒരടയാളം പോലും ബാക്കി വെക്കരുത്. അത് ഞങ്ങളെ ഏറ്റുമായ ചെയ്യും. ആ മുറി മാത്രമല്ല, ഈ വീട് മുഴുവൻ കഴുകി വൃത്തിയാക്കി ശുദ്ധികലശം ചെയ്യണം. എന്നാലേ ഈ വീടിന് പറ്റിയ കളങ്കം മാറും. DKയുടെ ഭാര്യ, അമരാവതിയുടെ മരുമകൾ, നമ്മളുടെ അമ്മായിയമ്മ. അവളുടെ എല്ലാ അഹങ്കാരവും ഈ മായ വേരോടെ പറിച്ചെറിഞ്ഞു കളഞ്ഞില്ലേ? അവളും കുടുംബവും എല്ലാവർക്കും മുമ്പില് അപമാനം കൊണ്ട് ശിരസ് താഴ്ത്തി നിന്നില്ലേ? ജോക്കർ, എന്തൊരു ചേർച്ചയായിരുന്നു അവളുടെ അച്ഛൻ ആ ഡ്രസ്. ശരിക്കും അയാൾ ഒരു ജോക്കറായിട്ട് തന്നെ മാറി. ഈ മായച്ചയ്ക്ക് ഇത്ര ബുദ്ധിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. അതെ, നിങ്ങളുടെ ബുദ്ധിയൊക്കെ കൊള്ളാം. പക്ഷെ ആ പ്രായം ചെന്ന മനുഷ്യനോട് നിങ്ങൾ ഈ ചെയ്തത് കുറച്ച് കൂടിപ്പോയിന്നാ എന്റെ അഭിപ്രായം. ഓ, എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇത് കുറച്ച് കുറഞ്ഞു പോയിന്നാ എന്റെ പക്ഷം. ആ തള്ളയ്ക്കും കൂടി എന്തെങ്കിലും ഒരു വേഷം കൊടുക്കേണ്ടതായിരുന്നു. അവർക്ക് വല്ല വെളിച്ചപ്പണ്ട് വേഷം കൊടുക്കണം. ഉറഞ്ഞത്തുള്ള മെടുക്കല്ലേ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിതിനോട് യോജിക്കാൻ പറ്റില്ല. DKയുടെ ജീവിതത്തിൽ നിന്ന് ജ്യോതിയെ എത്ര വട്ടം നിങ്ങൾ അകറ്റാൻ ശ്രമിച്ചു. ഓരോ തവണയും കൂടുതൽ ശക്തിയോടെ അവൾ തിരിച്ചു വന്നില്ലേ? ഇത്തവണയും അതുപോലെ വരില്ലെന്ന് എന്തോ ഉറപ്പ്? ഈ അമിതാഹ്ലാദം ഒടുവിൽ നിങ്ങൾക്ക് തന്നെ വിനയായിട്ട് മാറരുത്. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കാൻ DK തീരുമാനിച്ച നിങ്ങൾക്കിതൊക്കെ തിരുത്തി പറയേണ്ടി വരും. അതിനി ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല ശ്രീയേട്ട. DK ഇത്തവണ അവളെ ഒഴിവാക്കിയത് എന്നേക്കുമായിട്ടാ. അവൾ ഇനി ഒരിക്കലും അമരാവതിയിലേക്ക് തിരിച്ചു വരില്ല. DK അവളെ അത്രയ്ക്ക് വെറുത്തു കഴിഞ്ഞു. ഒരു കാര്യം നിങ്ങൾ മറന്നു. ഇപ്പോഴും അവളെ മരുമകളായി കാണുന്ന ഈ വീട്ടിലെ അമ്മയെ നിങ്ങളുടെ ചതി അമ്മ തിരിച്ചറിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്ന് പറഞ്ഞ അമ്മ അവളെ തിരികെ കൊണ്ടുവരുമെന്നാണോ ശ്രീയേട്ടൻ പറയുന്നത്? അതെനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴും അമരാവതിയിലെ അവസാനത്തെ വാക്ക് നമ്മളും അവരെ ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കാൻ തുടങ്ങിയാൽ ഈ ലോകത്ത് ഒരു ഫാമിലിയും നിലനിൽക്കില്ല. ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ജീവിക്കുകയുമില്ല. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ
ചിലപ്പോ വഴക്കുണ്ടാക്കും, ചിലപ്പോ പിണങ്ങിയെന്നും ഇരിക്കും. ഒരിക്കലെങ്കിലും ഭർത്താവിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടാത്ത ഏതെങ്കിലും ഭാര്യ ഈ ലോകത്തുണ്ടോ എന്ന് കരുതി അവരൊക്കെ പിരിഞ്ഞു പോവുക ചെയ്യേണ്ടത്? അവരൊക്കെ ഒരുമിച്ച് ജീവിക്കുന്നില്ലേ, ലവ് ചെയ്യുന്നില്ലേ, അവർക്ക് കുട്ടികളുണ്ടാവുന്നില്ലേ? ബേട്ടി, ഒരു കാര്യം നീ എപ്പോഴും റിമംബർ ചെയ്യണം. ഒരു വൈഫ് ഹസ്ബൻഡും തമ്മിൽ വഴക്കിടുമ്പോൾ ഒരിക്കലും അവർ പിരിയണമെന്ന് വിചാരിക്കരുത്. നീ അങ്ങനെയാണോ വിചാരിച്ചത്? ഒഴിവാക്കാൻ വേണ്ടി അഭിപ്രായം പറയരുത്. ജ്യോതി എനിക്ക് മരുമകളല്ല, ഷീസ് മൈ ഡോട്ടർ, എന്റെ മകളാണ്. ഐസാൻ അവൾ എന്തെല്ലാം തരത്തി ദ്രോഹിച്ചു, വെറും നിലത്ത് കിടത്തി. ഒരിക്കൽ പോലും അവളെ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല. എന്തിനും ഏതിനും അവളോട് വഴക്കിടും. ചെറിയ കുട്ടിയല്ലേ അവള്. ചിലപ്പോഴൊക്കെ അവള് കുട്ടികളെ പോലെ ചില മണ്ണത്തിലൊക്കെ കാണിച്ചു എന്നല്ലാതെ ഒരിക്കലും പിരിഞ്ഞു പോണോന്ന് എന്തവള് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? അവൾ അങ്ങനെ പറയുന്നത് നീ ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടോ മായ? അങ്ങനെയുള്ളവളാ അവൻ മനസ്സഹിക്കാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. നിനക്കിപ്പോ അത് മനസ്സിലാവില്ല. നാളെ ഒരിക്കൽ അവളെ പോലെ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോണം. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ അമ്മ പ്രാർത്ഥിക്കാം. കാരണം നീയാണോട് അച്ഛനെ അപമാനിച്ചതും ഭക്തതയിട്ടതും അത് നടപ്പാക്കിയതും. Happy New Year! Happy New Year! മോളെ, മതി ഇവിടുത്തെ ജീവിതം, നമുക്ക് പോവാം. അമ്മ ഇതുവരെ മുറിക്ക് പുറത്തേക്ക് വന്നില്ലല്ലോ താരെ. നമ്മളോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കും. പക്ഷേ ആ മനസ്സിലെവിടെയോ എന്നെ കുറിച്ചൊരു കരുതലുണ്ടെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അയാളോട് വഴക്കിടുന്ന സമയങ്ങളിലെല്ലാം സത്യത്തിൽ ഞാൻ ആസ്വദിക്കായിരുന്നു. മരിച്ചുപോയെങ്കിലും സ്വന്തം ഭാര്യയായിരുന്ന പെണ്ണിനെ ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരു പുരുഷനെ
ഏത് പെണ്ണിന് കിട്ടും? സുപ്രിയാണ് അയാൾക്കെല്ലാം. അയാളുടെ ഉള്ളിൽ ഒരു കടലോളം സ്നേഹമുണ്ട്. പക്ഷേ അത് മുഴുവനും സുപ്രിയയുടെ ഓർമ്മകളാ. സുപ്രിയയുടെ ഓർമ്മകളുമായി അയാൾ ഇവിടെ സമാധാനമായിട്ട് ജീവിച്ചോട്ടെ. സ്വയം തെറ്റ് മനസ്സിലാക്കി ഞാൻ ഇങ്ങ് തിരിച്ചു പോന്നു. എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കാം. പക്ഷേ ആ അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം വരുന്നത്. അതൊരു പാവമാ. അമ്മയില്ലാത്ത എനിക്ക് കിട്ടിയ ഒരു സ്നേഹത്തിന്റെ തണലായിരുന്നു ആ അമ്മ. വേട്ട എന്നുള്ള അമ്മയുടെ വെളിയൊച്ച ഇപ്പോഴും എന്റെ കാതിലുണ്ട്. ആ സ്നേഹവും എനിക്ക് വേണ്ടെന്ന് വെച്ചേ പറ്റൂ. വേറെ വഴിയില്ല അമ്മ. അതെ, വഴി ഞാൻ പറഞ്ഞു തരാം. പക്ഷെ നീ അത് അനുസരിക്കുമെന്ന് എനിക്ക് വാക്ക് തരണം. ഒരു കുടുംബത്തിനെ മുഴുവൻ നിലയില്ല കയത്തിൽ മുക്കി താഴ്ത്തിയിട്ടാ നീ നിന്റെ ചത്തുപോയ തള്ളയുടെ കൂടെ കിന്നാരം പറഞ്ഞ് സുഖിക്കുന്നത്. നിനക്കറിയൂ, ഈ വീടിന്റെ ആധാരം പോലും കടക്കാരുടെ കയ്യിലാ. അച്ഛനിപ്പോ ജോലിയില്ല, സസ്പെൻഷനില്ല. നിന്റെ അനിയത്തിയെ കല്യാണം കഴിപ്പിച്ചയക്കണം. ആ വീട് വിട്ട് ഇറങ്ങി പോരുന്നതിന് മുൻപ് നീ ഇത് എന്തെങ്കിലും ആലോചിച്ചോ? മമ്മി, നിങ്ങളൊക്കെ നിർബന്ധിച്ചിട്ടല്ലേ ഞാനിങ്ങ് ഇറങ്ങി വന്നത്. അത് മാത്രല്ല, ആ ഹിറ്റ്ലറും ഞാനും തമ്മിലുള്ള മത്സരത്തിൽ ഞാൻ തോറ്റുപോയി. ന്യായം അയാളുടെ ഭാഗത്താ. അത് മാത്രല്ല, ഒരു ഭാര്യയായിട്ട് അയാൾ എന്നെ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഒരു ജോലിക്കാരുടെ സ്ഥാനം പോലും എനിക്ക് തന്നിട്ടില്ല. ബെഡ്റൂമിൽ അയാൾക്കൊപ്പം കട്ടിലിൽ കിടക്കാൻ പോലും എനിക്ക് അനുവാദം ഇല്ലായിരുന്നു. വെറും നിലത്ത് ഷീറ്റ് വിരിച്ച് ഉറക്കമില്ലാതെ കിടന്ന ദിവസങ്ങൾ. സുപ്രിയ അല്ലാതെ മറ്റൊരു പെണ്ണും അയാളുടെ മനസ്സിലില്ല. ഞാൻ അവിടെ ഒരു അധിക പെറ്റാണ് മമ്മി. അതുകൊണ്ട് എടി, എത്ര കൊടി കെട്ടിയ കൊമ്പനായാലും ആണിനെ വരച്ച വരയിൽ നിർത്തുന്നവളാ പെണ്ണ്. കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിന് ആരും ഒന്നും പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടയില്ല. ഏത് സാഹചര്യത്തിനനുസരിച്ചും പെണ്ണ് മാറും. ആരെയും സ്വന്തം ഇഷ്ടത്തിന് നിർത്തും. എന്നിട്ടും നിനക്ക് മാത്രം എന്താ അതിന് കഴിയാത്തത്? നിന്റെ ഒരേ ഒരു പ്രതീക്ഷയില്ല ഇപ്പൊ ഈ കുടുംബം ജീവിക്കുന്നത്. അതുകൊണ്ട് നീ അമരാവതിയിലേക്ക് തിരിച്ചു പോയേ പറ്റൂ. മമ്മി, താലി കെട്ടിയ പെണ്ണിനെ സംരക്ഷിക്കേണ്ടത് പുരുഷന്റെ കടമയാ. ഇനി നീ ജീവിക്കേണ്ടത് നിന്റെ ഭർത്താവിന്റെ വീട്ടിലാ. നിന്റെ അച്ഛന്റെ വാശി 2-3 ദിവസം കഴിയുമ്പോ മാറും. ഇല്ലെങ്കിൽ അത് മാറ്റാനുള്ള വഴിയൊക്കെ എന്റെ കയ്യിലുണ്ട്. പക്ഷേ മരണം വരെ നീ ജീവിക്കേണ്ടത് അമരാവതിയിൽ DKയുടെ ഭാര്യയായിട്ടാ. ഇതൊക്കെ എന്നെ തിരിച്ചു വിളിക്കാനുള്ള പത്മാവതി അമ്മയുടെ നല്ല ഒന്നാം തരം അടവാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്റെ അമ്മേ. ചേച്ചി, ചേച്ചി പോകുന്നില്ലെന്ന് ശരിക്കും പറഞ്ഞതാണ്. പിന്നല്ലാതെ ഇതൊക്കെ അമ്മയുടെ ഒരു നമ്പർ ആയിരിക്കും. എല്ലാ തവണയും ഹിറ്റ്ലറിനെ തോൽപ്പിക്കാൻ അമ്മ ചെയ്യുന്ന അടവ് എനിക്ക് അറിഞ്ഞൂടെ. പക്ഷേ ഇതങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏട്ടന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ
അമ്മയ്ക്ക് വയ്യെന്നാ എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഏട്ടൻ ചേച്ചി അന്വേഷിച്ചു വരുമോ? ചേച്ചി ഒന്ന് അവിടെ വരെ പോകേണ്ടതായിരുന്നു. അത് ശരി. അപ്പൊ ഞാൻ അയാളുടെ കൂടെ പോണോന്നാണോ നീ പറയുന്നത്? അതല്ല ചേച്ചി, ആർക്കും മുന്നിലും തോറ്റു കൊടുക്കാത്ത ആളാ DK. എല്ലാവരും എത്രയോ ബഹുമാനിക്കുന്ന ആള് ഇവിടെ വന്ന് ഇത്രയ്ക്ക് താഴ്ന്ന ചേച്ചിയെ വിളിക്കണമെങ്കിൽ അത് സ്വയം തോറ്റു തന്നിട്ടായിരിക്കില്ലേ? ഏയ്, ഒരിക്കലുമില്ല. അമ്മ അടവെടുത്തപ്പോ അമ്മയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒന്ന് ഇവിടം വരെ വന്നു, അത്രേ ഉള്ളൂ. എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. ആ അമ്മയ്ക്ക് ശരിക്കും വയ്യാതായിട്ടാണ് വന്നതെങ്കിലോ? ആ വീട്ടില് ചേച്ചിക്ക് ഒരുപാട് സ്നേഹം തന്നത് ആ അമ്മയല്ലേ? ഒന്നും ചെയ്യാതിരുന്ന അത് നന്ദികേടാവില്ലേ ചേച്ചി? മോളെ ഒന്ന് വിളിച്ചാലോ? അയ്യോ അമ്മ, ഈശ്വര, ഞാൻ അമ്മയോട് എന്ത് പറയും? എന്തോ അവള് ഫോൺ എടുക്കാത്തത്? ഒന്നുകൂടെ വിളിക്കട്ടെ. അമ്മ പിന്നെയും വിളിക്കുന്നല്ലോ. എടുക്കാതിരുന്ന അമ്മ എന്താ വിചാരിക്ക? ഇത്രയും നാളും അമ്മ എന്നെ സ്നേഹിച്ചതിന് ഞാൻ ഒരു വിലയും കൽപ്പിക്കുന്നില്ലെന്ന് വിചാരിക്കും. അത് നന്ദിയേടാവൂലേ? ജ്യോതിമോൾ എന്താ ഫോൺ എടുക്കാത്തത്? എന്നോട് പോലും അവക്ക് വെറുപ്പായോ? വയ്യ, ഇനിയും അമ്മ വിഷമിപ്പിക്കാൻ എന്നെ കൊണ്ട് വയ്യ. അമ്മ, ജ്യോതിമോളെ, നീയും ഈ അമ്മയെ വെറുത്തോ മോളെ? അങ്ങനെ പറയല്ലേ അമ്മ. അമ്മയെ വെറുക്കാൻ ഈ ജന്മത്തെ എനിക്ക് കഴിയില്ല. മോളെ, ആ വീട്ടിൽ എന്നോട് അല്പമെങ്കിലും കരുണ കാണിച്ചത് അമ്മ മാത്രോ? അമ്മ എന്നെ പ്രസവിച്ചില്ലെങ്കിലും അമ്മയുടെ മോളല്ലേ ഞാൻ. എന്റെ പൊന്നു മോളെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ പുറത്തുനിന്ന് വാങ്ങണം പോലും. നിനക്കൊക്കെ പിന്നെ ഇവിടെ എന്താ ജോലി? മൂന്ന് നേരം വെട്ടി വിഴുങ്ങാൻ ഉണ്ടാക്കി തരാൻ ഇവിടെ ആരും ഇരിപ്പില്ല. വേണമെങ്കിലേ തന്നെത്താനെ ഉണ്ടാക്കി തിന്നണം. മായച്ചല്ലേ ഈ വീട്ടിലെ മൂത്ത മരുമകള്. അതിന് അടുക്കള കാര്യങ്ങളൊക്കെ മായച്ചി തന്നെ നോക്കിയാ മതി. അതൊന്നും ഞങ്ങൾ ചെയ്താൽ ശരിയാവത്തില്ല. പിന്നെ ഒരു കൈ സഹായത്തിന് ചിത്രക്കൂട്ടിക്കോ. അയ്യടാ, ഞാനില്ല. എന്റെ കയ്യിലെ നെയിൽ പോളിഷ് ഇന്നലെ രാത്രി ഇട്ടതേ ഉള്ളൂ. അത് കളയാൻ ഞാനില്ല. മായച്ചി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് എന്നെ വിളിച്ചാ മതി.
എന്നാ പിന്നെ ഞാനും അടുക്കളയിൽ കേറുന്നില്ല. കാണിച്ചു തരാം ഞാൻ. എന്താ എന്നോടോ ബാല വാടി. ഹലോ, യെസ്, അതെ, ഡി കെ ആണ്. എന്താ കാര്യം? ഏത് ഹോസ്പിറ്റൽ? നോ, അതൊരിക്കലും സംഭവിക്കില്ല. ഇല്ല മിസ്റ്റർ, എന്റെ റെസ്റ്റോറന്റിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങൾ വെറുതെ അനാവശ്യം പറയരുത്. മറ്റേതെങ്കിലും ലോക്കൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും ദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ എവിടെ വേണമെങ്കിലും കംപ്ലൈന്റ് കൊടുത്തോളൂ. ക്വാളിറ്റി ഇല്ലാത്ത ഒരു ഭക്ഷണവും ഡി കെ റെസ്റ്റോറന്റിൽ കൊടുക്കില്ല. നോ, എനിക്ക് മറ്റൊന്നും സംസാരിക്കാനില്ല. സർ, എന്താടോ സാർ? അത് സാർ പ്ലീസ് പ്രശ്നം ഉണ്ടാക്കരുത്. വിളിക്കണോ മുതലാളിയെ? സാർ പറയുന്നത് കേൾക്കൂ. പിന്നെ കാശ് മേടിച്ചിട്ടേ മര്യാദയ്ക്ക് ഭക്ഷണം കൊടുക്കണം, അല്ലാതെ. സാർ പ്ലീസ്. ആരാ ഇതിന്റെ മുതലാളി? ഡി കെ ആണ് സാർ. വിളിക്കേ, ഈ ഹോട്ടലിൽ ഞങ്ങൾ പൊട്ടിക്കും. സാർ പ്രശ്നം ഉണ്ടാക്കരുത്. എന്നെ വിടാൻ ഞാൻ സംസാരിക്കട്ടെ. ആരോടെ പുറത്തു കിടന്ന് ബഹളം വെക്കുന്നേ? സാർ, നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ചിലരൊക്കെ ഫുഡ് പോയിസൺ വന്ന് ഹോസ്പിറ്റലിലായിട്ടുണ്ട്. അവരുടെ ബന്ധുക്കളാ ഇവിടെ വന്ന് ബഹളം വയ്ക്കുന്നത്. ഹോട്ടൽ അടച്ചിടണമെന്നാ അവര് പറയുന്നത്. ഹോട്ടൽ അടച്ചിടണമെന്നോ? വേണ്ട സാർ, സാറിപ്പോ അങ്ങോട്ട് പോണ്ട. അവരോടൊന്നും സാറ് സംസാരിക്കണ്ട. എന്താ സംസാരിച്ചാൽ? ഇവിടെ ഒരു കുഴപ്പമുണ്ടായാൽ അത് ഞാൻ അറിയണ്ടേ? ഗോകുലും ശ്രീറാമും അവിടെ? സാർ, അത് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്. സംഗതി സത്യം സാറേ. എന്തോ കുഴപ്പം നമ്മുടെ ഭാഗത്തും സംഭവിച്ചിട്ടുണ്ട്. സാർ പറയുന്ന കേക്ക്. സാർ പ്ലീസ് സാർ. വിടാനല്ലേ പറഞ്ഞത്? ഓടാ നീല. നീ വിചാരിച്ചാൽ ചുക്കം ചെയ്യാൻ പറ്റില്ല. സാർ പ്ലീസ് മാറി നിൽക്കണം അങ്ങോട്ട്. താനാണ് ഇതിന്റെ മുതലാളി? അതെ. എന്താ വേണ്ടത്? ഓഹോ, എന്ത് പറഞ്ഞാലും താൻ പരിഹാരം ഉണ്ടാക്കും അല്ലേ? നിങ്ങൾ കാര്യം പറയൂ. ഇവിടെ തന്റെ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ച് എന്റെ ഭാര്യ ഹോസ്പിറ്റലിൽ കിടക്കുക. അസംബന്ധം പറയരുത്. നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് മാത്രമേ ഞങ്ങൾ കൊടുക്കൂ. പിന്നെ ക്വാളിറ്റി? താനൊന്ന് പോടോ. ആഹാരത്തിൽ മായം ചേർക്കുന്ന അത്രയ്ക്ക് വലിയ അന്തസ്സാണ്. ഒരു കാര്യം താൻ ഓർത്തോ, നമ്മളാരും വഴിയാധാരായി പോവരുതല്ലോ. അതുകൊണ്ട് എല്ലാം നേരത്തെ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാ. അക്കാര്യത്തില് ഡി കെ എനിക്ക് സംശയമില്ല. ഈ സ്വത്തിൽ നിന്ന് നമുക്ക് അവകാശപ്പെട്ടത് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അതിനെന്താ ഇത്രയ്ക്ക് ഉറപ്പ്? ഡി കെ നമ്മുടെ ഭർത്താക്കന്മാർക്ക് നാളെ ഒന്നും കൊടുക്കാതിരുന്നാല് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് നല്ല അന്തസ്സായിട്ട് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഡി കെ ഉണ്ടാക്കി തരും. അതെനിക്ക് ഉറപ്പാ. കാരണം ഡി കെക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം നമ്മുടെ ഭർത്താക്കന്മാരോട് തന്നെയാ. മരുമക്കളായിട്ടല്ല, മക്കളായിട്ടാ ഡി കെ അവരെ വളർത്തിയത്. ആ സെന്റിമെന്റ്സ് ഡി കെയുടെ മനസ്സിലുള്ളിടത്തോളം കാലം എനിക്കൊരു ഭയവുമില്ല. അവരുടെ ഭാര്യമാരെന്ന ലേബൽ ഉള്ളതുകൊണ്ടാ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും
നമ്മൾ ഇവിടെ തന്നെ ജീവിക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ DK നമ്മളെ എപ്പോഴേ പൊള്ളിച്ചേനെ. അയ്യോ എന്താ മായജി, എന്റെ കൈ പൊള്ളി. ഇല്ല സാരമില്ല. എനിക്ക് താരജി, ഇല്ല പതുക്കെ ചെയ്യൂ. എന്റെ കൃഷ്ണ, അയ്യോ, DK നമ്മളെ പൊള്ളിക്കുന്ന കാര്യം മായച്ചു പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും പൊള്ളി. ഇതെന്തോ ദുശകനാണെന്ന് എനിക്ക് തോന്നുന്നില്ലായിരിക്കടി. അവളുടെ ഒരു ദുശകനം. ആര് പൊള്ളിക്കാൻ ശ്രമിച്ചാലും നമുക്കും നമ്മുടെ ഭർത്താക്കന്മാർക്കും ഒന്നും സംഭവിക്കാതിരിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. അപ്പൊ വേറൊരു വഴിയില്ലല്ലേ? ഇല്ല DK, തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റോറന്റ് അടച്ചിട്ടേ പറ്റൂ. ഇതാരും മനഃപൂർവ്വം ഞങ്ങളെ ചതിച്ചതാ. അതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല സാർ. ആശുപത്രിയിൽ കിടക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ച കേസിന്റെ സ്വഭാവം മാറും. അറിയാലോ DKക്ക്? അറിയാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ? ശരി. ഒരു 3 days കഴിഞ്ഞ് എന്നെ വിളിച്ചാൽ മതി. വീണ്ടും ഓപ്പൺ ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, ശരി. താങ്ക് യു സർ. ഇവളെന്തിനാ ഇപ്പൊ വിളിക്കുന്നത്? എന്താടി നീ എന്തിനാ ഇപ്പൊ വിളിച്ചത്? ഞാൻ ചത്തെന്നറിയാനാണോ? വെറുതെ ആശിപ്പിക്കല്ലേ ഹിറ്റ്ലറെ. ഞാൻ നിങ്ങളുടെ സുഖവിവരം അറിയാൻ ചുമ്മാ ഒന്ന് വിളിച്ചതല്ലേ. നീ ഒരു സാഡിസ്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്റെ അമ്മയ്ക്ക് വയ്യാന്ന് ഞാൻ വന്ന് പറഞ്ഞപ്പോ നീ വരുമായിരുന്നു. നിങ്ങളുടെ അമ്മയ്ക്ക് മാത്രല്ല, എന്റെ അച്ഛനും നല്ല സുഖമില്ല. നിങ്ങളുടെ മരുമക്കളെല്ലാം കൂടി ചേർന്നേ ജോക്കറാക്കിയതിന്റെ വിഷമം അച്ഛൻ ഇനിയും മാറിയിട്ടില്ല. എന്നിട്ട് നിങ്ങൾ ആ മരുമക്കളോട് എന്തെങ്കിലും ചോദിച്ചോ? പക്ഷെ അമ്മ ചോദിക്കും, അതെനിക്ക് ഉറപ്പാ. നിന്റെ അച്ഛനെ അപമാനിക്കാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ മരുമക്കൾ ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. അതൊക്കെ പോട്ടെ. എന്താ ചേട്ടന്റെ പുതിയ വിശേഷം? എനിക്കൊരു വിശേഷമില്ല. എന്നിട്ടാണോ ചാനലിൽ ന്യൂസ് എഴുതി കാണിക്കുന്നത്? എന്ത് ന്യൂസ്? നിങ്ങളുടെ DK റെസ്റ്റോറന്റിൽ നിന്ന് പഴയ ഫുഡ് പിടിച്ചെടുത്തു. അമ്മ എന്തിനായിരിക്കും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്? ഹലോ അമ്മേ. മോളെ പോയടി മോളെ, എല്ലാം പോയി. ഞങ്ങളിപ്പോ ആശുപത്രി പോയി വന്നേ ഉള്ളൂ. അമ്മ അധികം ഷോ കാണിക്കാത്ത കാര്യം പറ. ഹോസ്പിറ്റലിൽ എന്തിനാ പോയേ? അതെ, നീ വരുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ പോയി കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ട് വന്നാ മതി. ജ്യോതിക്ക് കോവിഡാ. എന്നാര് പറഞ്ഞു? അവക്ക് നല്ല പനിയും ചുമയും ഉണ്ടായിരുന്നു. അതിനാ ഹോസ്പിറ്റലിൽ പോയത്. അവിടെ ചെന്നപ്പോ RT-PCR ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. നോക്കിയപ്പം ദേ കിടക്കുന്നു. അപ്പോ അച്ഛനും അമ്മയൊന്നും ടെസ്റ്റ് ചെയ്തില്ലേ? ചെയ്തു. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നെഗറ്റീവാ. നീ കൂടി ടെസ്റ്റ് ചെയ്യും. ടെൻഷൻ വേണ്ടല്ലോ. എന്നിട്ട് ചേച്ചി എവിടെ? അവള് മുറി തന്നെയാ. അതെ, നീ വരുമ്പോ കുറച്ച് ഫ്രൂട്ട്സ് കൂടെ വാങ്ങിച്ചോണ്ട് പോരെ. ശരി അമ്മേ. അമ്മേ,
ദോശയും ചമ്മന്തി റെഡിയായി. വായി വെച്ച് കഴിക്കാൻ വല്ലതും കൊള്ളാവോ? നന്നായിട്ടാ ഉണ്ടാക്കിയത്. വാ അമ്മേ. നോക്കട്ടെ. നടക്ക്. വായിച്ചി. പിടിക്കാം. ചമ്മന്തി ചമ്മന്തി. താരമോളെ, എന്താ അമ്മേ? അടുത്ത തവണ കൈ പൊള്ളിക്കുമ്പോ കുറച്ചുകൂടി കൂടുതൽ പൊള്ളിക്കണം, എന്നാലേ ബ്യൂട്ടിഫുൾ ആകത്തുള്ളൂ. ജ്യോതിയെ പറഞ്ഞു വിട്ടിട്ട് സുഖിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ സുഖിക്കാൻ ഞാൻ വിടൂല. ഇതെന്താ, ഞാൻ വന്നതിന്റെ തീം മ്യൂസിക് ആണോ? ഓടിയോടുന്നു. എനിക്ക് പേടിയാ. എന്നാലും അവക്ക് വന്നല്ലോടി. എന്റെ അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? എന്ത് ദുരന്തം അമ്മയുടെ കരച്ചില്. ഇതിൽ ഒരു ആത്മാർത്ഥത ഇല്ലെന്ന് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. അല്ല, ചേച്ചി എവിടെ? അവള് മുറിയിലും ക്വാറന്റൈനില്ല, നമ്മള് താഴെ നിരീക്ഷണത്തിലും. എന്റെ പൊന്നമ്മ, ഇതിപ്പോ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മരുന്ന് കഴിക്കാ, റെസ്റ്റ് എടുക്ക, നല്ല ഫുഡ് കഴിക്ക, അത്രേ ഉള്ളൂ. എന്നാലും അവക്ക് മാത്രം വന്നതില്ല എനിക്ക് വിഷമം. അത് ശരി. അപ്പൊ നമുക്കും കൂടെ വരാത്തതിലാണോ അമ്മയ്ക്ക് വിഷമം? വേണമെങ്കിൽ ഒരു വഴിയുണ്ട്. അമ്മ ഇന്ന് മുതല് ചേച്ചിയുടെ മുറി പോയിരുന്നോ, എല്ലാം ശരിയാവും. അതൊന്നും നടക്കത്തില്ല മോളെ. കൊറോണ തോറ്റു പോകത്തേ ഉള്ളൂ. അതിനേക്കാളും വലിയ വൈറസല്ലേ ഈ നിൽക്കുന്നത്. നല്ല തമാശ. ദേ സുധേട്ടാ, എന്നെ കളിയാക്കലുണ്ടല്ലോ. കളിയാക്കിയതല്ലടി, കാര്യം പറഞ്ഞതാ. നിന്റെ ശരീരത്ത് കൊറോണ കയറിയാലേ അത് തട്ടിപ്പോവും.